രണ്ട് ഷൂവും പൊട്ടി. രണ്ട് ഷൂവും ട്രക്ക് ചെയ്ത് പൊട്ടി. ഡീറ്റെയിൽ 2 ഷൂ. അങ്ങനെ അടുത്ത ആനപ്പൻ്റെ ഓടിയും കണ്ടിരിക്കുന്നു. ആന എവിടെയുണ്ട്? ആനൻ്റെ പേരില്ല. പൊട്ടിയതാ. അങ്ങനെ നമ്മൾ വാട്ടർഫോൾ എത്തി. 9 kilometers trekking. ഏറ്റുള്ളൂ കേട്ടാ. ആണോ? അപ്പൊ ഇച്ചു പറഞ്ഞ 9 4. Hello guys, good morning to our second time നമ്മൾ അതേ സ്ഥലത്തേക്ക് പോകുന്നു. ട്രക്കിംഗ്. ഇന്നലെ കാണാൻ പറ്റാത്തത് ഇന്ന് കാണാൻ പറ്റുമെന്ന്. എങ്ങനെ ഇവിടെ വെച്ചാ ഷൂവോ? അപ്പൊ ധോണിയിൽ പോകണം. ധോണി ചേട്ടനാണ് പോവാണ്. ധോണി വാട്ടർഫോൾ. ഞങ്ങൾ ഇന്നലെ പോയി ചമ്മി. ഇന്ന് 10:30 ഞങ്ങൾ ഇന്നും മാച്ചാക്കണ്ട. അപ്പൊ 10:30 എത്തും. ഈ തെണ്ടിൽ എന്താ പറയാൻ പോണ നമുക്കറിയില്ല. അപ്പൊ ധോണി കയറിയിട്ട് 8 kilometers ട്രക്കിംഗ് ആണ്. നമുക്ക് പറ്റോ? നമ്മ ആദ്യം പോയത് 1 kilometer ട്രക്കിംഗ്. സെക്കൻഡ് അതൊരു പ്രശ്നമില്ല, അത് മല കയറലായിരുന്നു. സെക്കൻഡ് തന്നെ നമ്മള് റെസ്റ്റ് എടുക്കാണ്ടാണ് പോയി കേറി ഇറങ്ങി. അവിടെ എത്തപ്പോ ഇച്ചിരി റെസ്റ്റ് എടുത്തോണ്ടാ. റെസ്റ്റ് എന്നല്ല വീട് എടുക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ സെക്കൻഡ് ട്രക്കിംഗ് നമ്മ 8 kilometers നടക്കോ? നമ്മളെ കൊണ്ട് സാധിക്കോ? പറ്റും. വെള്ളം കുടിക്കാത്ത പ്രശ്നം അതാണ് ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, see you. Wow guys, shit guys. പശു ഗൈസ്. അതല്ല, ഞാൻ മറ്റേ ഇത് കാണിക്കാം, മലയുടെ ബ്യൂട്ടി കാണിക്കാന്ന് വെച്ചപ്പോ ഇങ്ങനെ ഫോഗും. നേരത്തെ ഒരു നല്ല മല. പക്ഷെ അപ്പോഴേക്കും ട്രീസ് വന്നു. ഞാൻ എപ്പോ ഫോൺ എടുത്താലും കാണിക്കാൻ പറ്റില്ല. പട്ടികളും പശുക്കളും. സോ നമ്മളിന്ന് 9 kilometers trekking. ഏറ്റുള്ളൂ. ആണോ? അപ്പൊ ഇച്ചു പറഞ്ഞ 9 4. ധോണി വാട്ടർഫാൾസ്. ഇന്നലെ നമ്മളവിടെ വന്ന് ചമ്മി തിരിച്ചു പോയതാണ്. പക്ഷെ നമ്മൾ വീണ്ടും വന്നു. ഇന്നലെ ഇവർക്ക് ടൈമുണ്ട്. 10:30-ക്കും 1:30-ക്കും 3 മണിക്കൂർ ട്രക്കിംഗ് ആണ്. ഇവരുടെ ഗൈഡിൻ്റെ ഒപ്പം പോകണം. തിങ്കളാഴ്ച അവധിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് ചമ്മി തിരിച്ച് പോയി. എന്നിട്ട് വീണ്ടും വന്നു. കാരണം വേറെ ഒന്നും കറങ്ങാനില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നു അല്ലേ. അപ്പൊ കഴിഞ്ഞിട്ട് വേറെ വാട്ടർഫോൾ പോയി. അത് അടച്ചിട്ട് എല്ലാം അടച്ചിട്ട് നല്ല ചമ്മി ദിവസമായിരുന്നു. ഇപ്പൊ ഇതൊക്കെ നമ്മളൊപ്പം ട്രക്കിങ്ങിനുള്ള ആൾക്കാരാണ്. ഒരുപാട് പേരുണ്ട്. ഒരു 10-100 പേരുണ്ടാവല്ലേ. 8 കിലോമീറ്റർ നടക്കുക. ഇങ്ങനെ തിരിച്ചത് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ നമ്മൾ സുഖമായിട്ട് കയറായിരിക്കും, അറിയില്ല. പക്ഷെ 8 കിലോമീറ്റർ നമ്മൾ 4 കിലോമീറ്ററൊക്കെ ഒക്കെയാണ്. പക്ഷെ 8 കിലോമീറ്റർ ഫുഡ്, ഉറക്കം, വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫൈനലി വീട്ടിലേക്ക് പട്ടിയുടെയും പേടിയാണ്. ആന എവിടെയുണ്ട്? ആനൻ്റെ പേടിയില്ല. പട്ടിയതാ. ആന. ഇതാണ് ആന. കാണുന്നുണ്ടോ? ഇത് വളർത്താനേടി. അതിനകത്തൊക്കെ തേനീച്ചിരിക്കണെങ്കിൽ പ്രാണി. നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ കുറേ പേര് ഫ്രണ്ടിക്ക് പോയിട്ടാണ്. ഇത്രമാത്രം ആൾക്കാരുണ്ട്. ബാക്കിലേക്ക് ആ ഫാമിലി പോരെ. നമ്മൾ നടുവിൽ നടക്കുക. ഇത് ഫുൾ തേക്കും തോട്ടം. എത്ര 33,000 എണ്ണം നട്ടുണ്ടല്ലോ സീഡ്സ് തേക്ക്. അതാണ് അവിടെ ബോർഡ് എഴുതിച്ചത്. എത്ര ഏക്കർ കാര്യങ്ങൾ. ഇത് വലിയ തേക്കാണല്ലേ. ഇത് ഇത്ര കാര്യം കോടി കിട്ടുന്നറിയാ ഗവൺമെന്റിന്. കാശൊന്നും ഗവൺമെന്റ് ആയിരിക്കില്ല. ആ വെട്ടിരിക്കണ കോൺട്രാക്ട് മാവോക്കി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. സൗണ്ട് കേൾക്കുന്നു. ജാക്കറ്റ് ബുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. കണ്ടാ നമ്മള് മറ്റേ ചാട്ടൻ ട്രക്കിങ് ആക്കി. ഈ ഡിസ്റ്റൻസ് ഫ്രണ്ടിൽ ആൾക്കാരില്ല, അതുപോലെ ഈ ഡിസ്റ്റൻസ് ബാക്കിൽ ആൾക്കാരില്ല. അപ്പം നമുക്ക് പ്രൈവസി. ഇതെന്തോരം പേരാ.
50 മേലെ ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോ എല്ലാരും ഗ്രൂപ്പ് ആവും. ചോദിക്കും പറയും. അവിടെ കൊറേ റെസ്റ്റ് എത്തൂലോ, കീ സ്പോട്ടിൽ എത്തൂലോ. നല്ല ഇപ്പൊ കാടായി, ഇപ്പൊ നല്ല വലിയ കാടായി. തേക്കൊക്കെ മാറി പഴയ തേക്കുകളാണ്. ഇതേ അവിടെ വെള്ളച്ചാട്ടം, ധോണിയൊക്കെ ടൂറിസം. ഇതേ വെള്ളച്ചാട്ടം എപ്പോഴും ഉണ്ടെന്നല്ല ഇരിക്കണേ. പൊന്നേ അതാ പട്ടി, ഇതേ പട്ടി അപ്പടപ്പിരുന്നു. പട്ടികൾ നല്ലതാ. നമ്മൾ ഇന്നലെ ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇതിൽ കൂടെ ട്രക്കിങ്ങിന് ഒരു 3 ജീപ്പല്ലേ, 3 ജീപ്പ് വന്നിട്ടുണ്ടായി. കുറച്ച് ഇംഗ്ലീഷുകാർ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഇവിടെ വെച്ചു ലൈക്ക് അവരുടെ സ്റ്റാഫിനോട് വെച്ചു എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അവരാണ് അത് വേറൊരു കാര്യമാണ്. ലൈക്ക് അതൊരു ഫിലിം ഷൂട്ടിങ് പോലെ എനിക്ക് തോന്നിയത്. ലൈക്ക് നോർത്ത് ഇന്ത്യൻസാ, മിക്സ്ഡാണ്, നോർത്ത് ഇന്ത്യൻസ് അല്ലേ അന്ന്. അപ്പോൾ ഞാൻ വണ്ടിയിൽ ട്രക്കിംഗ് ആണ് പോകണമെന്ന് വെച്ചാൽ വണ്ടിയിൽ ട്രക്കിംഗ് ഇല്ല, അത് വേറെ പരിപാടിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ നടന്നേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്, ജീപ്പ് പോകാൻ വേണ്ടി. ജീപ്പ് 3 ജീപ്പ് പോയേ. അപ്പോൾ ഞാൻ ട്രക്കിങ്, പക്ഷെ എനിക്ക് ജീപ്പിൽ കയറി പോകാൻ പറ്റില്ലല്ലോ. കുറച്ച് വഴി ജീപ്പി ഉണ്ടാക്കിട്ടേ അവിടെ വന്ന് കേറി പോയിട്ട് കുഞ്ഞി വഴിക്കൂടെ കേറണ്ടായിരുന്നു. പക്ഷെ അതിന് റേറ്റ് ഇത്ര പോരാ, കാശ് കൂടുതലാണ്. അതിന് ടിക്കറ്റ് കാശ് 120 രൂപ ഒരാൾക്കട്ടാ. പക്ഷെ അത് കുഴപ്പമില്ല, ഹാഫ് ഡേ അടിപൊളിയായിട്ട് സ്പെൻഡ് ആവും. ഇത് വേറെ ഒരു വഴി പോകുന്നുണ്ട്, അവിടെ നിന്ന് വഴി വരുന്നുണ്ട്. ഇത് എങ്ങോട്ടാണോ വാട്ടർഫോൾ നേരെ ശരിക്കും. നമ്മളെ ലൈക്ക് ഗൈഡിലാണ്ട് കയറായി പോവാ. ആൾക്കാർ പക്ഷെ മിസ്യൂസ് ചെയ്യില്ല, കുറെ ഏരിയ ഉണ്ടല്ലോ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇത് നേരെ പോയാ പോലെ. ഇപ്പൊ ശരിക്കും നല്ല കറുത്ത നല്ല അടിപൊളി പച്ചക്കാടായി. 10:30 ലേറ്റേ. അതല്ലടി, നമ്മളിപ്പോ ഇതിന് പുറത്ത് നിൽക്കുമ്പോ നല്ല വെയില്, കാട്ടിൽ കയറിയപ്പോ നല്ല മഴ ഫീലല്ലേ. ഓ അയ്യാണ്ടേട്ടാ, ഞാൻ വേണ്ടാട്ടാ മതി മതി. അങ്ങനെ ആദ്യത്തെ ചെറിയൊരു മരത്തിലൊക്കെ വലിപ്പൂക്കി വാട്ടർഫാൾ. ഓ വയ്യാണ്ടേട്ടാ. ഒരു 1/2 കിലോമീറ്റർ ആയിണ്ടാവോ? 1 കിലോമീറ്റർ ആയിണ്ടാവല്ലേ? അറിയില്ല, 1 കിലോമീറ്റർ ആയിണ്ടാവടി. 1 കിലോമീറ്റർ ആയിണ്ടാവും. ചൂടെടുക്കണ്ടല്ലോ. അതിനാണ് ചൂടെടുക്കുന്ന പറയാ. അതല്ല ഇപ്പൊ വേർക്കുന്ന സാധനം ആയിട്ടില്ല. ഞാൻ വേർത്തു എന്നുവെച്ചാ. പക്ഷെ രസം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റീപ്പ് കാരണം നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ കയറ്റാണ്, പക്ഷെ നല്ല കയറ്റാ. നമ്മളവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നത്. അങ്ങനെ നമ്മൾ ആനപ്പിണ്ടം കണ്ടിരിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നാണ് വന്നത്. ആനപ്പിണ്ടൊക്കെ പഴയതാ, കുറവ് ആനപ്പിണ്ട. മറ്റാനയുടെ അധികം വളർത്താനല്ലേ തേങ്ങിയത് കണ്ട. ഞാൻ പറഞ്ഞില്ലേ ആ റോഡ് അവിടെ വരെ ഉള്ളൂന്ന്. ആ വളവത്ത് മാത്രം ഈ ബട്ടർഫ്ലൈ അടി ഇട്ടിപ്പോ പേടിച്ച് ചത്താൻ. ഇത് ചാണ മുന്നത് എന്തിനാ ചത്തേന്ന് ആലോചിക്കട്ടാ. പേടിച്ച് ചാണ മുന്ന ആ പട്ടികടെ പോയോ. അങ്ങനെ നമ്മൾ കുറെ ദൂരം നടന്ന് കാട്ടിന്റെ പകുതി ആയുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ പകുതി പോലും ആയുണ്ടാവില്ല. ഇപ്പൊ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ അങ്ങനെ താഴേക്ക് നന്നായിട്ട്. കാട്ടിലാണെങ്കിലും നന്നായിട്ട് വേർത്തു, പക്ഷെ അന്ന് നമ്മൾ വേർത്തില്ല. അന്നത്തെ ട്രക്കിൽ പോയിട്ടേ നല്ല തണുത്തുള്ള സ്ഥലമല്ല, തണുപ്പ്. അവിടെ എന്താ പറയാ, വേർത്തേ ഇല്ല. പക്ഷെ ഇവിടെ ചൂടില്ല, പക്ഷെ ചെറുതായിട്ട് വേർത്തു. കാരണം ബോഡി കണ്ടിന്യൂസ് വർക്കിംഗ്, നോ റെസ്റ്റ്, സ്റ്റിൽ വർക്കിംഗ് ചെയ്യും. അവർ നമ്മളെ കവർ ചെയ്ത് പോയി, കുഴപ്പമില്ല.
നമ്മളിപ്പോൾ ഇതുവരെയായിട്ട് റെസ്റ്റ് എടുക്കാണ്ട് പോയി അരണൊക്കെ പോകണ്ടല്ലോ. അരണ അരമണിക്കൂറിൽ അത്യാവശ്യം കിലോമീറ്റർ പോവും. നിൽക്കാണ്ടല്ല ചിലപ്പോൾ ആയിണ്ടാവും, അറിയില്ല. നമ്മളെ ഗൈഡ് അവിടെ ഒക്കെ ഉണ്ട്. അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേര് നമ്മൾ സ്റ്റാർട്ടിങ് വരെ കണ്ടിട്ടില്ല. നമ്മൾ അതല്ല, നമ്മുടെ ബാക്കിൽ വന്നവർ നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ ബാക്കിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പാലെന്താ വിശേഷം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ നോക്കും. കേട്ടു നോക്കാം, കണ്ടു നോക്കാം. ഇനി എക്സാക്ട് 2 കിലോമീറ്റേഴ്സ്. ഞാൻ പറയില്ലേ കറക്റ്റ് 2 കിലോമീറ്റർ ആയിട്ടേക്ക് നീങ്ങുന്നുണ്ടാവുക. പോയി 2 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട്. ഓ അപ്പം സൂപ്പറോ. ഇവിടുത്തെ വ്യൂ ഇങ്ങനെയാണ്, ഒന്നും കാണാൻ പറ്റില്ല മരങ്ങളായതുകൊണ്ട്. ഇനി 2 കിലോമീറ്റർ കൂടിയുണ്ട്. അതറിഞ്ഞപ്പോൾ ഒരു സമാധാനമായില്ലേ. ഇനി 2 കിലോമീറ്റർ ആകുമ്പോഴേക്കും ഡേറ്റ പൊളിക്കും. നമ്മളിതോട്ട് എൻ്റെ ചുമന്നിരിക്കണേക്ക് വേർത്ത് വെച്ചാൽ പുറത്തേക്ക് വന്നില്ല, കുത്തി കുത്തിക്കണ് എന്നുവെച്ചാൽ തണുപ്പ് ചൂടില്ല. പക്ഷെ ബോഡി ഭയങ്കരമായിട്ട് അല്ല കണ്ട് റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെറിയ റെസ്റ്റ്, ഒരു സെക്കൻഡ് നിന്ന് അത് ഇന്നുമില്ല. അടുത്തൊരു ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വെള്ളം ചാട്ടം. അയ്യോ മതി. ഇനി അവസാനം ക്യാമറയിൽ ചാർജ് ചെയ്താണ്ട് ഇല്ലാണ്ട് സ്പേസിലാണ്ട്. അങ്ങനെ അടുത്ത ആനപ്പൻ്റെ കണ്ടിരിക്കുന്നു. ഇതാണ് അപ്പി. ഇതൊക്കെ അപ്പി, ഇത് പഴയത്. അതാണ് മറ്റേ ഈ സാധനം ഇരിക്കണ മഷ്റൂം. അത് എങ്ങനെയാ ഈ മരവിന്റെ വേസ്റ്റ് ദഹിക്കാത്ത ഫൈബർ കണ്ടന്റ്. ഇവിടെ നമ്മളിവിടെ എത്തി. ഇനി നമ്മൾ അവിടെ നിന്ന് വന്ന ആൾക്കാരെ കാണുന്നുണ്ടോ? നമ്മളെ താഴെ കുറെ പേരുണ്ട്. അവര് ഫുൾ നനഞ്ഞുണ്ട്. 1/2 കിലോമീറ്റർ ആയിരിക്കും നനഞ്ഞ്. ഞാൻ ഫുള്ള് വേർത്തു. പക്ഷേ ഈ ഡ്രസ്സ് ആയതാണ് മനസ്സിലാത്തത്. അങ്ങനെ വിറ്റ് ഞാനും കുളിച്ച് ചത്ത്. ഇനി 3 കിലോമീറ്റർ ആയണ്ടാവോ? ഇല്ലല്ലേ, ഫുൾ സ്റ്റീപ്പാണ്ട. ഇങ്ങനെ മറ്റേ ട്രെഡ്മില്ല് മറ്റേ ഐറ്റ് സെറ്റ് ചെയ്യില്ലേ, ഇൻക്ലൈൻ ഉണ്ട്. ആ സാധനം തന്നെയാണ്. ഒരു സ്ഥലത്ത് പോലും കുറവില്ല, കൂടുതൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നടന്ന് പക്ഷെ രസം ഉണ്ട്. പക്ഷെ വേറെ വ്യൂ ഇല്ല, ഫുൾ കാട് തന്നെ. ഇങ്ങനെ ഫുൾ വ്യൂ ആണ്, കാടിൻ്റെ വ്യൂ. നമ്മൾ അന്ന് പോയ ട്രക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ എയർ ഉണ്ടായിരുന്നു. ഇത് ഫുൾ രസമുണ്ട്, പക്ഷെ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ലാസ്റ്റ് ഒരു ഓപ്പൺ ഏരിയ വന്നു. ഇതാണ് ഇവിടുത്തെ ഹൈറ്റ്. ഇത്ര ഹൈറ്റിലാണ് നമ്മൾ അല്ലേ? അതെയാണ് സത്യം. അത് നമ്മളെ താഴെ വെക്കാണ്ട് മുകളിലേക്ക് വെക്കുക ആദ്യമായിട്ട്. പറയാൻ താഴെ നോക്കി നടക്കണം. ഓ വയ്യാണ്ടായില്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് അവരെപ്പറ്റി. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ നിന്നാണോ? അങ്ങനെ സൂപ്പർ. ഇപ്പം നമ്മൾ ഫോണിൽ നോക്കിയപ്പോൾ ഏകദേശം നൈസ് വ്യൂ. നമ്മൾ 2.6 കിലോമീറ്റേഴ്സ് നടന്നു. ഇപ്പം നടക്കും. എന്നിട്ട് എന്താന്ന് നോക്കി, ആന കയറി ഇറങ്ങിയ സ്ഥലമാണോ? ഇത് ആന കയറിയതേ കാൽപ്പാടം നോക്ക്. 1, 2 ആന കയറി ഇറങ്ങിയ സ്ഥലമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആയിരിക്കാം, ചിലപ്പോൾ എല്ലായിരിക്കാം. ഇത്ര ആൾക്കാരില്ലേ, ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇറ്റ്സ് ഗുഡ്. അവരടുത്ത ആൾക്കാർ ഇന്ത്യക്കാർ തന്നെയാണോ? മ്യാൻമർ അങ്ങനത്തെ ആൾക്കാരാണോ ഉള്ളത്?
പക്ഷെ മോനെന്താ ഈ വഴി എന്തെയ്തു, അവര് ഷോർട്ട് കട്ട് എടുത്ത് മരമൊക്കെ ചാടി കയറി ഇത് ഇവിടെ എത്തി. ആനപ്പിണ്ടം, ഈ ഫൗണ്ട് ആനപ്പിണ്ടം. ഓ അവര് പക്ഷെ ഇപ്പം കയറിയപ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടാ. സ്റ്റീപ്പ് കുറഞ്ഞു തോന്നുന്നു, തണുത്ത കാറ്റടിച്ചു അല്ലേ. ധോണി വാട്ടർഫോളിലെ സിമ്പിൾ ഇവിടേക്ക്. ഓ അവര് ആ അങ്ങോട്ട് എന്താണോ ഞാൻ അടച്ചു, എനിക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹം. അതെന്താണെന്നറിയത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ടോ. ഇനി 750 മീറ്റർ കൂടി ഉണ്ട്. അപ്പം അതോടെ എത്തിക്കഴിഞ്ഞാൽ യു റീച്ച്. അത് സാരമുള്ളൂ ബാ. അല്ല പക്ഷെ ഇങ്ങനെ സ്ട്രീറ്റ് ലെവലായതുകൊണ്ടേ വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ. ഇങ്ങനെ സ്ട്രേറ്റ് റോഡാണ്. ഇപ്പം മോളിൽ കയറിയപ്പോൾ കുറച്ചുകൂടി ഈസിയായി. മുന്നേ ഭയങ്കര പാടായിരുന്നു. ഇപ്പം ലൈക്ക് പുതിയ വീണ്ടും ഇനി 2 കിലോമീറ്റർ തലയിൽ നടക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇരിക്കുമ്പോഴായിരിക്കും ട്രക്കിങ്ങിന് പോയിട്ട് ഡിറ്റഡ് ഷൂ പൊളിഞ്ഞു. ആ സാധനം പറിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. പക്ഷെ രണ്ടും പറിച്ചിടണം, അല്ലെങ്കിൽ വേറെ നല്ല കാലം എടുക്കും. അങ്ങനെ ട്രക്കിങ് ഇവിടെ ഡിറ്റഡ് ചെരുപ്പ് ഷൂ കീറിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാണ് വേറെ നല്ല ഷൂ ഉണ്ട്, അവർക്കത് ചെളിയാവും. എന്നാ പുറത്ത് കറങ്ങാൻ പോകുമ്പോ അത് ഇടാം, അതുവരെ അത് ഭംഗിയിൽ നീ ആ ഷൂ എടുക്കാന്ന് പറഞ്ഞല്ലേ. ഇല്ല, ഞാൻ അതുകൊണ്ട് ഇതെടുത്തു. അയ്യോ ആനപ്പിണ്ടം വീണ്ടും ചവിട്ടിയത്. ആനപ്പിണ്ടം കുറേ ഉണ്ട്, പക്ഷെ ആനകൾ താഴ്ത്ത് പറഞ്ഞിട്ടുണ്ട് കെട്ടി ഷോക്കി വെച്ചിട്ടുണ്ട്. പാവാനല്ലേ, ഇത്ര വലിയ കാടുണ്ടായിട്ട് എന്നെ മാത്രം കൂട്ടി കെട്ടിയിരിക്കുന്നു. എനിക്ക് നിൽക്കാൻ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ വാട്ടർഫോൾ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ നല്ല ഇഷ്ടാവില്ലേ എന്ന് ഇപ്പം അറിയാം. അവിടെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, പോലീസ് വണ്ടിയാണ്, ഫോറസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാതെ ഏതാണ് വെള്ള വാട്ടർഫോൾ. അപ്പം ഡേറ്റിക്ക് ഇഷ്ടപ്പെടോ? സൂപ്പറായിരിക്കോ? ഇവിടെ ഫോറസ്റ്റുകാർ താമസിക്കാൻ ബിൽഡിംഗ് ഒക്കെ ഇടുന്നു. ഇവിടെ എന്തായാലും വെള്ളച്ചാട്ടത്തിൽ കുളിക്കരുത്. പട്ടി 6 മനുഷ്യന്മാർക്ക് ചെയ്യാൻ 6 പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ. ആസ്വദിച്ച് മടങ്ങുന്നു. ഓഹോ, ഇത് കുറേ സ്റ്റെപ്പുണ്ടല്ലോ, ഒരുപാട് സ്റ്റെപ്പുണ്ടല്ലോ. നൈസ്. അങ്ങനെ നമ്മൾ വാട്ടർഫോൾ എത്തി. ഇതാണ് വാട്ടർഫോളിൻ്റെ വ്യൂ. ഇത്രേ ഉള്ളൂ അല്ലേ. പക്ഷെ വെള്ളം കുറവാന്ന് തോന്നുന്നു. ചെരുപ്പ് പാല് നനയ്ക്കണ്ടായിരുന്നു. ഇതാണ് വാട്ടർഫോൾ. അവിടെ മുകളിലെന്താ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ മൊത്തമുള്ള വ്യൂ. കുറേ പേര് അങ്ങോട്ട് പോകണ്ടോ. ഇതാണ് വാട്ടർഫോള്. 4 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് നമ്മൾ എത്തിയതാണ്. പക്ഷെ ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല ക്ലിയർ വാട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ കാല് ചെരുപ്പ് നങ്ങാലേ അങ്ങിരിങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വ്യൂ വാട്ടർഫോള്. ചെറുക്കിൻ്റെ വലിയ വാട്ടർഫോളൊന്നുമല്ലല്ലേ. നമ്മളപ്പോൾ അവിടെ നിന്ന് ട്രക്കിങ് കഴിഞ്ഞ് നടന്നതാണ് ഇവിടെ വരെ. എന്നിട്ടാണ് നമുക്ക് ഈ വാട്ടർഫോൾ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അതിൽ കൂടെ സൈഡിൽ കൂടെ നടന്ന് പോവാം. അവിടെ പോയി വെള്ളത്തിൽ ചവിട്ടി നിൽക്കാം. ഫുൾ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ ഒരു അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി 4 കിലോമീറ്റർ താഴേക്കുള്ള ഇറക്കം. നോക്കട്ടെ ഇപ്പം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ കൺഫ്യൂഷൻ തീർന്നില്ലേ. നമ്മുടെ 4.2 കിലോമീറ്റേഴ്സാണ് ഫോണിൽ വാക്കിംഗ് കാണിക്കുന്നത് ഇങ്ങോട്ടേക്ക്. ഇനി തിരിച്ച് അതുപോലെ തന്നെ. അപ്പോൾ ഏകദേശം കറക്റ്റ് 4 കിലോമീറ്റേഴ്സ് തന്നെ. 100-200 ഞാൻ പറഞ്ഞ കുറച്ച് കൂടും,
കുറച്ച് കുറയും അവൻ പറഞ്ഞു. നമ്മൾ താഴേക്ക് ഇറങ്ങിയില്ലേ? ഇവിടെ കാറാമേ ലൈക്ക് ആ സെയിം ലൈക്ക് ആ ഡിസ്റ്റൻസാണ് 4 കിലോമീറ്റർ. അത് 4 ആയിരിക്കും, പക്ഷെ ബാക്കി കുറച്ച് അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. ഇനി പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്നു നോക്കട്ടെ, ഒന്നും ഉണ്ടാവില്ല, സെയിം തന്നെ ആയതുകൊണ്ട് നമ്മൾ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം, അടിപൊളി സ്ഥലമാണ്. ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടായിരിക്കും. ഇഷ്ടപ്പെടും കാട്ടിക്കൂടെ നടക്കാമെന്നൊരു ഫീലാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് അതൊക്കെ വ്യൂ ഒക്കെ എന്ത് രസമല്ലേ. ഈ വ്യൂ ഫുൾ ടൈം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്, ഫുൾ ട്രക്കിങ് രസമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ മല ബാക്കിൽ പോകണമായി തോന്നിയിട്ടുണ്ട്. അതെന്താ പറയുക, നമ്മൾ താഴേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കണ്ണ് റിലാക്സ് ചെയ്യുമ്പോൾ ഇതാണ് ആന, കാട്ടിലാന. അത് നല്ല കൊമ്പ്, നല്ല വലിയ കൊമ്പ് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇതാണ് ആന അല്ലേ? അങ്ങനെയല്ല, തെറ്റ നോക്കി എത്ര നമ്പേഴ്സ് നോക്കി വായിച്ച് 20,836 നമ്പർ ഓഫ് ഈ സാധനം നട്ടുണ്ട്. തേക്ക് ഫുള്ള് തേക്ക് മര. അപ്പോൾ 20 വർഷം കഴിയുമ്പോൾ എത്രായിരം കോടിയുടെ ഇതാന്ന് പറയാം. 2 mm ഡിഫറൻസിലാണ് നട്ടേക്കണം. എഫക്റ്റ് ചെയ്ത് 9 ഹെക്ടറിൽ നട്ടേക്കാം. ഏക്കറല്ല, ഹെക്ടർ. നൈസ്. അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ 10 കോടിയാവും. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷെ വേർപ്പൊക്കെ പോയി ഫ്രഷായി നോളേ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മുടെ ആന ഫ്രണ്ടിലുണ്ട്, നല്ല കൊമ്പ്, നല്ല ആനയല്ലേ. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കാട്ടിൻ്റെ ആന ഉണ്ടല്ലോ, കാട്ടാന. അത് നമ്മതൊക്കെ കണ്ടല്ലോ, ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ പോവാം, ഞാൻ അവിടെ പോയി ഫോട്ടോ എടുത്താലെന്ന് വെച്ചാൽ. പിന്നെ കാട്ടിലേക്ക് കൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഡിറ്റ? കുഴപ്പമില്ല, നല്ലതായിരുന്നു. കുറേ നടന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ലിറ്റർ വെള്ളം കൊണ്ടുപോകാം. അവിടെ ഡംപ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പം കുടിച്ചു കഴിഞ്ഞിട്ട് കളയാൻ പ്രശ്നമില്ല. എന്തുകൊണ്ട് ഇട്ടാലും കുഴപ്പമില്ല. ട്രക്കിങ് ഈസിയാണ്. സ്റ്റെപ്പ് കയറിയെന്നല്ല, ഇങ്ങനെ ടാറട്ട് റോഡ് കയറ്റാണ്, കയറാം, ഒരു കുഴപ്പമില്ല. എല്ലാ ടൈപ്പ് 2 ഷൂവും ട്രക്ക് ചെയ്ത് പൊട്ടി. നോക്കട്ടെ, ഡീറ്റെയിൽ 2 ഷൂവും ട്രക്ക് ചെയ്തിട്ട് കീറിപ്പോയി. അപ്പോൾ എന്താ പറയാ, ഫാമിലി കയറുന്നുണ്ട്, പിള്ളേർ കയറുന്നുണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാർ കയറുന്നുണ്ട്. ലൈക്ക് കയറ്റം മാത്രമേ ഉള്ളൂ. ഭയങ്കര ചാഴി കവച്ച് വെച്ച് അങ്ങനെ പോകേണ്ട സാധനങ്ങളൊന്നും ഇല്ല. സിമ്പിളാണ്, കയറാം, നല്ലതാണ്. കയറി റസ്റ്റിങ് ഒന്നും ഇല്ല, കയറി ഇറങ്ങാം. കണ്ടിന്യൂസ് ഒരു 3 hours വാക്കിങ് അല്ലേ. ഓടിയെന്ന് 10-15 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ റെസ്റ്റ് എടുത്തില്ല, നമ്മൾ നേരെ വന്നു, ഇപ്പോൾ എത്തി. ഇനിയാണ് റെസ്റ്റ് എടുക്കാൻ പോണേ.